ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ആണേ. അപ്പോൾ ആദ്യമായിട്ട് ഇത് മോയ്സ്ചറൈസറാണ് ഇടുന്നത്. അപ്പോൾ കണ്ണാടി ഉണ്ട്, അതോ ഇങ്ങോട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഇതൊരു ഫംഗ്ഷനെ നടക്കുകയാണ്, അപ്പോൾ അവിടെയാണ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റില്ല, കാരണം അപ്പുറം ചെറിയ പൂജയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് നടുക്കാണ് ഞാൻ ഈ ചെയ്യുന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഹിമാലയൻ്റെ ആണ്. അത് കിഡ്സിൻ്റെ മോയ്സ്ചറൈസറാണ്, കാരണം എൻ്റെ മോയ്സ്ചറൈസർ തീർന്നു പോയി, ഞാൻ വാങ്ങിക്കാൻ മറന്നു. അപ്പോൾ കിട്ടിയെന്ന് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഹൗസ് വാമിങ് ആയിരുന്നു, ഭർത്താവിൻ്റെ സിസ്റ്റർ ഹൗസ് വാമിങ് ആണ്. അപ്പോൾ മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്ത് എല്ലാവർക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മടിയാണ് ഗൈസ്. ഞാൻ ഒരു ക്രീം യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് ചെയ്യാറ്. ഫേസസ് കാനഡേൻ്റെ ഫൗണ്ടേഷനാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഞാൻ ഭയങ്കര വോയിസ് ഓവർ ചെയ്യുന്നത്, അതുകൊണ്ട് ലിപ്പിൻ്റെ ഇതും വോയിസിൻ്റെ ഇതും സിങ്ക് ആകുന്നില്ല, കാരണം അവിടെ നിന്ന് ഒച്ചത്ത് സംസാരിക്കാൻ പറ്റുന്നില്ലേനും. ഒന്നും സംസാരിക്കാണ്ട് നിന്നാൽ മതിയായിരുന്നു, അതിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ മേക്കപ്പ് സ്പോഞ്ചാണ് ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേങ്കിൽ കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നതിനെക്കാട്ടി എത്രയോ നല്ലത് ഈ ബ്ലെൻഡർ തന്നെയാണ് കേട്ടോ. അത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മാറ്റം തിരിയുന്നത്. കൈ കൊണ്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്, ഇതാവുമ്പോൾ എല്ലായിടയ്ക്കും കറക്റ്റിൽ എത്തും. അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിരുന്നു, അൺബോക്സിങ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഫേസസ് കാനഡേൻ്റെ മീഡിയം ഇതാണ് ഞാൻ വാങ്ങിയത്. ഫൗണ്ടേഷൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ട് ഒരിക്കൽ ഞാൻ പണി കിട്ടിയതെന്ന്. അപ്പം ഞാൻ ഇതൊന്നും ചെറിയ ഒരു ഇത് ട്യൂബ് വാങ്ങി നോക്കിയതാണ് എങ്ങനെയുണ്ട് എന്നറിയാൻ. അപ്പോൾ ഇത് നോക്കിയിട്ട് വാങ്ങിക്കാൻ നോക്കുമ്പോൾ എൻ്റെ സ്കിന്നിന് കറക്റ്റ് മാച്ചായിരുന്നു ഇത്. അപ്പോൾ കുറേ ആൾക്കാരെല്ലാം ഇട്ടിട്ട് ചോദിച്ചിരുന്നു, എന്താ മുഖത്ത് തടിയെന്നൊക്കെ ചോദിച്ചിരുന്നു, കറക്റ്റാണ് എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് പണ്ടൊരിക്കൽ ഇതേപോലെ ഒരു കറക്റ്റ് മാച്ച് ഒരു ഫൗണ്ടേഷൻ കിട്ടിയത്, അതിന് ശേഷം ഇപ്പോഴാണ് അത് കിട്ടുന്നത് കേട്ടോ. അപ്പം അത് എല്ലായിടയ്ക്കും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ എൻ്റെ രീതിയിലാണ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണോ കറക്റ്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. അതിനുശേഷം ഞാനൊരു കോമ്പാക്ട് പൗഡർ മേടിച്ചിരുന്നു. അത് ബ്രാൻഡ് ഏതാണെന്നൊന്നും ചോദിച്ചാൽ ഹെവൻലി ബ്യൂട്ടി എന്നിട്ട് മറ്റാണ്. അത് ഞാൻ സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ എൻ്റെ കളറിന് കൂടിയിട്ടൊരു ഡാർക്കാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ തന്നെയാണ് ഇടേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പൗഡറിൽ മുക്കി, കോമ്പാക്ട് പൗഡറിൽ മുക്കി ഒന്ന് മുഖത്തൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഐബ്രോ പൗഡർ മേടിച്ചിരുന്നു. അതായത് ഐബ്രോസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ. എനിക്ക് ഐബ്രോസ് പൊതുവേ ഇല്ല. അപ്പോൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഐബ്രോസ് ഉണ്ട് എന്ന് തിരിയും. അപ്പോൾ ഞാൻ ത്രെഡ് ചെയ്തിരുന്നു. അപ്പോൾ ഐബ്രോസ് പിന്നെ അതിൻ്റെ ബ്രഷ് വെച്ച് ചെറുങ്ങനെ വരഞ്ഞു കൊടുക്കില്ല. അപ്പോൾ ഞാൻ ആദ്യം ബ്രൗൺ കളറാണ് യൂസ് ചെയ്തത്. അതിൻ്റെ അകത്ത് 4 കളേഴ്സ് ഉണ്ട്. ബ്ലാക്ക്, ലൈറ്റ് ബ്ലാക്ക്, ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ ഉണ്ട്. ഞാൻ ഡാർക്ക് ബ്രൗൺ തന്നെ യൂസ് ചെയ്തതിന്, ചില സ്ഥലങ്ങളിൽ ലൈറ്റ് ബ്ലാക്കും കൂടെ യൂസ് ചെയ്തതിന്. അപ്പോൾ ആദ്യം നമ്മൾ എപ്പം ചെയ്യുന്നത് പോലെ അടിഭാഗത്ത് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മുകളിൽ നമ്മൾ ഷേപ്പ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഐബ്രോസിൻ്റെ അടിഭാഗത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഐബ്രോസ് എങ്ങനെയാണോ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതുപോലെ ചെയ്യാം. എനിക്ക് ഐബ്രോസ് കറക്റ്റായിട്ട് വരയാനൊന്നും അറിയില്ല, ഞാൻ അറിയുന്ന പോലെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ സാധാരണ പെൻസിൽ കൊണ്ട് വരഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി പൂച്ചേനെ പോലെ ഉണ്ടായിരുന്നു, കണ്ടം പൂച്ച പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെ കൊണ്ട് വരയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ബെറ്ററാന്ന് തോന്നിയിട്ടുണ്ട്, കാരണം നല്ല ഒറിജിനാലിറ്റി തോന്നിയിട്ടുണ്ട്. ഇതിന് നമ്മളിപ്പോൾ വരയുമ്പോൾ അവിടെ പിന്നെ ഇതിൻ്റെ മാർക്ക് വരുമല്ലോ. അപ്പോൾ ഇതൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനൊരു ഹൈലൈറ്റർ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ മറന്നുപോയി, അതിലിടക്കൊന്ന് ബ്ലഷ് ചെയ്യണമായിരുന്നു. ഞാൻ ഒന്നും കൂടെ ഹൈലൈറ്റർ എന്നിട്ട് തേക്കുന്നുണ്ട് കേട്ടോ. ബ്ലഷ് ഞാൻ ചെയ്യാൻ വിട്ടുപോയിന്. അപ്പോൾ ഹൈലൈറ്റർ ഇട്ടതിന് ശേഷം എനിക്ക് ബ്ലഷ് ചെയ്യേണ്ട ഓർമ്മ തന്നെ വന്നത്. അപ്പോൾ ഞാൻ എനിക്കെന്നെ ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ രണ്ടാമതും ഒന്നും കൂടെ ഹൈലൈറ്റർ ഇപ്പോഴാണ് ഇടുന്നത്. ഹൈലൈറ്റർ വാങ്ങിയിട്ടില്ല, ഞാൻ പൊതുവെ യൂസ് ചെയ്യാറ് ഈ ലിപ്സ്റ്റിക്സാണ്. അപ്പോൾ ഐഷാഡോ ഞാൻ ലിപ്സ്റ്റിക്ക് തന്നെ ഉപയോഗിക്കാറ്. അപ്പോൾ ഈ ക്രയോൺ മോഡലിലുള്ള ലിപ്സ്റ്റിക്കാണ് ഞാൻ, ക്രയോൺ എന്നല്ല ലിക്വിഡ് ലിപ്സ്റ്റിക്ക് അധികം ഞാൻ ഐഷാഡോ ആയിട്ട് ഉപയോഗിക്കില്ല. ചിലപ്പോൾ ചില ഡ്രസ്സിന് മാച്ചായ ലിപ്സ്റ്റിക് ആണെങ്കിൽ ആ ലിപ്സ്റ്റിക്കിനെ ഐഷാഡോ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഒരുപാട് മേക്കപ്പ് സാധനങ്ങൾ വാങ്ങുന്ന കൂട്ടത്തിലല്ല ഞാൻ. പിന്നെയും വാങ്ങുന്നത് പണ്ട് ഫൗണ്ടേഷൻ, ഐലൈനർ,
ലിപ്സ്റ്റിക്ക്, ഈ 3 സാധനം പണ്ടേ വാങ്ങാറുള്ളൂ. ഹൈലൈറ്ററുള്ളൊരു എന്താ പറയുന്ന ഒരു ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയത്, ഇപ്രാവശ്യമാണ് ആദ്യമായിട്ട് വാങ്ങുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഐ ഷാഡോ ആയിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് അടുത്തതായിട്ടൊന്ന് ഈ കവിളത്തൊന്ന് ചീക്കൊന്ന് ബ്ലഷ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അതും ഞാൻ എന്താ പറയണ്ടേ ബ്രൗൺ കളർ ലിപ്സ്റ്റിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ ലിപ്സ്റ്റിക്കിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട് ഒറീഫ്ലെയിം എന്താ തോന്നുന്നു, എൻ്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതന്നെ ഞാൻ യൂസ് ചെയ്ത്. അധികം ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നില്ല, എന്താ പറയുക ബ്ലഷ് ചെയ്യുന്നില്ല. പിന്നെ അതിന് ശേഷം ഞാൻ ഹൈലൈനറാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഈ LITൻ്റെ ഹൈലൈനറേ പറ്റുന്നുള്ളൂ കേട്ടോ. വേറെ ചില ഹൈലൈനറിനിട്ട് എനിക്ക് കണ്ണിന് ഇറിറ്റേഷൻ വരുന്നുണ്ട്. പിന്നെ വേറെ പെൻസിലെല്ലാം എനിക്ക് ഉപയോഗിച്ചാൽ എനിക്ക് എഴുതാനൊരു കംഫേർട്ട് അല്ല. അതുകൊണ്ട് ഞാൻ പെൻസിലൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ അധികം LITൻ്റെ തന്നെയാണ് വാങ്ങിക്കാറ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ സ്വന്തം പൊട്ടാണ്. ഇതില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഇതിൻ്റെ 2 സൈസ് ഞാൻ വാങ്ങിച്ചത്. ഇങ്ങനെ ചെറിയൊരു സൈസ്, ഇതിനാകെ 10 രൂപയായിട്ടുള്ളൊരു ബോക്സിന് പല കളറും കിട്ടും. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഞാനൊന്ന് കമ്മലിട്ട്, അപ്പോൾ ഞാൻ അതിന് ശേഷം ഒന്ന് ചീക്കിലക മറ്റേ ഹൈലൈറ്റർ ഇട്ടിരുന്നു. പക്ഷേ ഞാൻ എടുത്തില്ല, കാരണം എനിക്ക് എന്താ പറയണ്ട റെഡിയാവാൻ സമയം കുറവാണ്. അവിടെ ഫങ്ഷൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഇനി ലിപ് ബാം ഇട്ടിരുന്നു, അത് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ ഞാൻ സെക്കൻഡ് സ്റ്റഡ് ഇടാറുണ്ട്. ഞാൻ ഇന്നൊന്ന് ജിമിക്കിയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ കളറുള്ള കമ്മലും ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ജിമിക്കിയാണ് യൂസ് ചെയ്തതിന്. സെക്കൻഡ് സ്റ്റഡ് ഒരു സ്റ്റാറിൽ ഒരു ചെറിയ സ്റ്റോൺ വെച്ച പോലത്തെ ഒരു സെക്കൻഡ് സ്റ്റഡായിരുന്നു. എനിക്ക് സെക്കൻഡ് സ്റ്റഡ് കുറച്ച് വണ്ണമുള്ളതാണ് ഇഷ്ടം, ചെറുത് ഇഷ്ടമല്ല. അപ്പോൾ സാധാരണ എല്ലാ ആൾക്കാരും സ്റ്റഡായിട്ട് ഉപയോഗിക്കുന്നതാണ് സെക്കൻഡ് സ്റ്റഡായിട്ട് ഉപയോഗിക്കാറ്. അപ്പോൾ സിന്ദൂരം എടുക്കാൻ മറന്നുപോയി. സിന്ദൂരം ഞാൻ പൊതുവെ ഉപയോഗിക്കാറില്ല, പക്ഷേ എങ്കിൽ മൂകാംബികയെന്ന് കൊണ്ടാന്നൊരു സിന്ദൂരം ചേച്ചി കൊണ്ടുത്തന്നിരുന്നു, അത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അത് എടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ച് തന്നെ അതും അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അതിന് മുമ്പ് ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പ് ലിപ് ബാം ഞാൻ ഇട്ടിരുന്നു, പക്ഷേ അത് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കാൻ വിട്ടുപോയി. അത് മാമാഅർത്തിൻ്റെ ലിപ് ബാമാണ്. ഒരു പിങ്ക് ഷെയ്ഡ് എന്ന് പറയാൻ ലൈറ്റ് പിങ്ക് ആയിരിക്കും. അത് വലിയൊരു ലിപ്പിന് ഷെയ്ഡായിട്ടൊന്നും ഉണ്ടാവില്ല, ചെറിയൊരിത്. അപ്പോൾ ആ ലിപ്സ്റ്റിക്ക് കൂട്ട് ലിപ് ലൈനറെല്ലാം എടുത്തിരുന്നു, പക്ഷേ ഇടാൻ സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ലിപ് ലൈനറൊന്നും ഉപയോഗിക്കില്ല, മേടിച്ചാടെ വെച്ചാൽ വല്ലപ്പോഴും ഉപയോഗിക്കും എന്നല്ലാണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് കൈ കൊണ്ട് എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്യിച്ചു. അപ്പോൾ ഈ കമ്മലിൻ്റെ മാലയാണിത്. അപ്പോൾ എനിക്ക് ചോക്കർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എങ്കിൽ അന്ന് ഇട്ടിട്ട് കുറച്ച് ബോറായ പോലെ തോന്നി, കാരണം ഹൗസ് വാമിംഗ് ആണ്. അങ്ങനെ ആരും മേക്കപ്പ് ഒന്നും ചെയ്തിങ്ങനെ ആഡംബരത്തിൽ നിൽക്കില്ല. ഇപ്പോൾ ആരെങ്കിലും നമ്മളെ തന്നെ ഹൗസ് വാമിംഗ് ആണെങ്കിൽ നമുക്കിങ്ങനെ നിൽക്കാം. അതെനിക്കൊരു ബോറായി തോന്നിയിട്ടുണ്ട്, ഞാനത് അയച്ചു വെച്ചു ഗൈസ്. പിന്നെയുള്ള എൻ്റെ വലിയ ടാസ്ക്കാണ് ഈ മുടി കെട്ടിയിട്ടും ചില സമയത്താവില്ല, ചില സമയം കെട്ടിയാൽ വേഗമാവും, ചില സമയം എത്ര മെനക്കെട്ടാലാവില്ല. പിന്നെ എനിക്കുള്ളൊരു കുഴപ്പം, എനിക്ക് അധികം കൈക്ക് സ്ട്രെയിൻ കൊടുത്തിട്ട് മുടി കെട്ടാൻ എനിക്ക് അത്ര ക്ഷമയില്ല. ബാക്കി എല്ലാത്തിനും ക്ഷമയുണ്ടെങ്കിൽ എനിക്ക് ക്ഷമയില്ല കേട്ടോ. എനിക്ക് കൈ വേദന എടുക്കുമ്പോൾ അപ്പോഴേക്കും എൻ്റെ കോൺസെൻട്രേഷൻ എല്ലാം മാറും. അപ്പോൾ അവിടെ ഗണപതി ഹോമത്തിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ മേക്കപ്പിന് വന്നതിന്. അപ്പം പക്ഷെ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അധികം ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആ ഹെയർ സ്റ്റൈലും മാറ്റി, എന്നെക്കൊണ്ട് അതും നടക്കുന്നില്ല. അപ്പോൾ ഇതൊരു അന്ത്യത്തിൽ എത്തുമോ എന്ന് ചോദിച്ചാൽ എത്തുമെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ ചിലപ്പം കെട്ടാറുള്ളൊരു ഹെയർ സ്റ്റൈലാണിത്. ഇതും അത്ര കണ്ട് വിജയിക്കുമെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഞാനൊന്ന് ശ്രമിച്ച് നോക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ സെൻറ്ററിൽ പൗപ്പ് എടുത്തിട്ട് അവിടെ ഒന്ന് എന്താ പറയണ്ടേ ഇങ്ങനെ മടക്കി പിരിച്ച് ഇങ്ങനെ പിൻ ചെയ്യലുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ ഈ ഹെയർ സ്റ്റൈലാണ് ഞാൻ കെട്ടിയിട്ട് പോയത്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞാലും ഞാൻ ഈ ഹെയർ സ്റ്റൈൽ മാറ്റി. വേറെ 2-3 ഹെയർ സ്റ്റൈൽ ഇടക്കിടക്കെ തോന്നുമ്പോൾ മാറ്റലാണ്. പിന്നെ ചെറുപ്പൊന്നും ഉപയോഗിച്ചില്ല, കൈ കൊണ്ട് എങ്ങനെയാണ് വരുന്നത് ആ രീതിയിലായി. അപ്പോൾ ഇപ്പം ഇങ്ങനെയാണ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് കെട്ടിയിട്ട് കിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് എന്ന് പറയണം കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് വന്നിരുന്നു. അതാണ് ഞാൻ അങ്ങോട്ട് നോക്കുന്നത്, കാരണം അങ്ങേറെ കൊണ്ടാണ് ഞാൻ ലേറ്റായെന്നാണ് ഞാൻ പറയുന്നത്. മൂപ്പറ് കുളിച്ച് കഴിഞ്ഞ് വേഗം ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരനായിട്ട് വന്നു. അപ്പം പക്ഷെ മൂപ്പറ് കാരണം ലേറ്റായ ഞാനിപ്പോൾ ഇവിടെയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും റെഡി ആവുന്നതല്ലേ, ഫോൺ അവിടെ വെച്ചാൽ ഒരു വീഡിയോ കൂടി ആവുമല്ലോ എന്ന് വെച്ചിട്ട് വീഡിയോ എടുത്തിന്. അപ്പം നമ്മൾ തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കില്ലെങ്കിലും നിങ്ങൾ കയറണമെന്ന് ലേറ്റായേ ബോറേ അല്ല ഞാൻ കയറണമെന്നല്ല നിങ്ങൾ ആർഗ്യുമെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കില്ല കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് വന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുന്നു. അപ്പോൾ അവിടെ തന്നെ അതുവഴി തന്നെ തിരിച്ചു പോയി. മൂപ്പർക്ക് വീഡിയോ അലർജിയാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഞാൻ ഹെയർ പിന്നെയും മാറ്റിയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഹെയർ ഞാൻ മാറ്റിയിരുന്നു. അപ്പോൾ മേക്കപ്പ് ഇഷ്ടപ്പെട്ടിരുന്നാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.